നിങ്ങളുടെ ബ്രെയിൻ പവർ, മെമ്മറി എന്നിവ കൂട്ടാനായുള്ള ടിപ്സ് പറയുന്ന ഒരുപാട് വീഡിയോസ് കണ്ടു കാണും. പക്ഷേ അത് കണ്ടു കഴിഞ്ഞ് അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കാറുണ്ടോ? മിക്കവാറും നമുക്ക് അതിനുള്ള സമയം കിട്ടില്ല, അല്ലെങ്കിൽ മടി പിടിച്ച് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് അത് പതിയെ മറന്നുപോകും. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ തലച്ചോറിൻ്റെ ക്ഷമതയും ഓർമ്മശക്തിയും കൂട്ടാനായി സഹായിക്കുന്ന 5 സിമ്പിൾ ടിപ്സ് ആണ് പറയാൻ പോകുന്നത്. ഇത് നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ ചെയ്തു പോരുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് നമ്മുടെ ബ്രെയിൻ പവർ, മെമ്മറി എന്നിവ ബൂസ്റ്റ് ചെയ്യുന്നു എന്ന സത്യം നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. നമ്മുടെ ശരീരം മുഴുവൻ നിയന്ത്രിക്കുന്ന അവയവമാണ് തലച്ചോറ്. ജീവിതത്തിൽ നമ്മൾ എന്തായിത്തീരുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് ഈ ബ്രെയിനാണ്. അതുകൊണ്ട് ബ്രെയിൻ ശരിയായി വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ താറുമാറായി പോകും. അതുപോലെ തന്നെ പ്രധാനമാണ് മെമ്മറി. കാരണം അതില്ലാതെ തലച്ചോറിന് ശരിയായി പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് രണ്ടും നല്ലപോലെ സംരക്ഷിച്ച് സംയോജിച്ച് താളം തെറ്റാതെ കൊണ്ടുപോവുക എന്നത് നമ്മുടെ ജീവിത നിലവാരത്തിനും ജീവന്റെ നിലനിൽപ്പിനും തന്നെ അത്യന്താപേക്ഷിതമാണ്. ഇനി നമുക്ക് ബ്രെയിൻ പവർ കൂട്ടാനുള്ള ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം. നമ്പർ 1, ഹൈഡ്രേറ്റ് യുവർ ബ്രെയിൻ. നമ്മുടെ ശരീരം 70% വെള്ളമാണ്. തലച്ചോറിൻ്റെ കാര്യത്തിൽ അത് 75%. ഈ ജലാംശം തലച്ചോറ് ശരിയായി പ്രവർത്തിക്കാൻ ഏറെ ആവശ്യമാണ്. ഈ ജലത്തിൻ്റെ അളവിൽ 1% പോലും കുറവുണ്ടായാൽ നമ്മുടെ കോഗ്നിറ്റീവ് പവർ 5% കുറയും എന്നാണ് സയൻറ്റിസ്റ്റ് പറയുന്നത്. ഇങ്ങനെ ഡീഹൈഡ്രേറ്റഡ് ആയ സമയത്ത് കുറച്ച് വെള്ളം കുടിച്ചാൽ തന്നെ അത് നമ്മുടെ തലച്ചോറിനെ 14% ഫാസ്റ്റാക്കും. നമ്മൾ കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് ശരീരഭാരം, കാലാവസ്ഥ, ചെയ്യുന്ന ജോലി എന്നിവയൊക്കെ ആശ്രയിച്ചിരിക്കും. എങ്കിലും ശരാശരി ഓരോ 20 കിലോയ്ക്കും 1 ലിറ്റർ വെള്ളം വേണം. അതായത് 50 കിലോ വെയിറ്റുള്ള ഒരാൾ ഒരു ദിവസം 2.5 ലിറ്റർ വെള്ളം കുടിക്കണം. നമ്മുടെ വീട്ടിലെ ഗ്ലാസ് 250 മില്ലി ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഭാരത്തിനനുസരിച്ച് ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം വേണ്ടിവരും എന്ന് ഒന്ന് കണക്ക് കൂട്ടി നോക്കൂ. ഇത് കുറേശ്ശായി വേണം കുടിക്കാൻ, അല്ലാതെ ഒരുമിച്ച് കുറേ വെള്ളം കുടിച്ചതുകൊണ്ട് കാര്യമില്ല. ഇനി അടുത്ത പോയിന്റിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ കാര്യം. നല്ല പുസ്തകങ്ങൾ വായിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. പക്ഷേ അതിനുവേണ്ട സമയവും സന്ദർഭവും സൗകര്യവും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മളിൽ പലരും വായിക്കാൻ വിമുഖത കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ വായനയുടെ ശൈലി തന്നെ മാറ്റിമറിച്ച് വായനയുടെ ലോകത്ത് ഒരു വിപ്ലവമായി മാറിയ ഓഡിയോ ബുക്ക് ആപ്പാണ് കുക്കു FM. കുക്കു FMനെ കുറിച്ച് ഇതുവരെ അറിയാത്തവർക്ക് വേണ്ടി ഈ ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ ബുക്കുകളുടെ കലവറയാണ് കുക്കു FM. ക്ലാസിക് ലിറ്ററേച്ചർ മുതൽ മോഡേൺ ബെസ്റ്റ് സെല്ലർ വരെ ഓഡിയോ ബുക്കായി കേട്ട് ആസ്വദിക്കാൻ കുക്കു FM ബെസ്റ്റ് ഓപ്ഷനാണ്. ഇത്രയും ഡൈവേഴ്സായ കോണ്ടന്റ്സ് നിങ്ങളുടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ് എന്നത് ബുക്ക് ലവേഴ്സിന് തികച്ചും ഒരു ഗോൾഡൻ ചാൻസ് ആണ്. ഇനി ഇതിൽ നിന്നും ഒരു ഓഡിയോ ബുക്ക് സജസ്റ്റ് ചെയ്യാനാണെങ്കിൽ പ്രായഭേദമന്യേ ലോകമെമ്പാടുമുള്ള വായനക്കാരുടെ ഹൃദയം കീഴടക്കുകയും കണ്ണുകളെ ഈറനണിയിക്കുകയും ചെയ്ത ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ മലയാളം ഓഡിയോ ബുക്കായി കുക്കു FM വഴി കേൾക്കാവുന്നതാണ്. ഇതിലെ ഹൈ ക്വാളിറ്റി ഇമ്മേഴ്സീവ് ഓഡിയോ കണ്ടന്റ് നിങ്ങളെ ശരിക്കും കഥാപാത്രങ്ങൾക്കിടയിൽ നിന്ന് ഒരു നെക്സ്റ്റ് ലെവൽ ലിസണിംഗ് എക്സ്പീരിയൻസ് നൽകും. നിങ്ങൾക്കും ഇതുപോലെ മികച്ച ബുക്കുകൾ കണ്ടെത്താനും ഒരു പുതിയ ഓഡിയോ ലേണിംഗ് എക്സ്പീരിയൻസ് ലഭിക്കാനും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി കുക്കു FM ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമ്പർ 2, ബ്രീത്തിങ് പ്രോപ്പർലി. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം, അതായത് ബ്രീത്തിങ് പ്രോപ്പർ അല്ലെങ്കിൽ തലച്ചോറിന് ശരിയായി പ്രവർത്തിക്കാൻ വേണ്ട ഓക്സിജൻ കിട്ടില്ല. ദിവസവും നമ്മൾ 20,000 തവണ ശ്വാസം എടുക്കുന്നു, മിനിറ്റിൽ 12 മുതൽ 18 തവണ. പക്ഷേ ഈ ശ്വസനം വളരെ വേഗത്തിലാവുമ്പോൾ നമുക്ക് ഏകാഗ്രത കിട്ടില്ല. പതിയെ ദീർഘമായി ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോൾ ആണ് തലച്ചോറിന് ഒരു കാര്യത്തിൽ കൃത്യമായി ഫോക്കസ് ചെയ്യാൻ കഴിയുന്നത്. ഇതുകൊണ്ടാണ് എപ്പോഴും ഡീപ്പ് ബ്രീത്ത് എടുക്കാനും മെഡിറ്റേഷൻ ചെയ്യാനും ഒക്കെ പറയുന്നത്. ദിവസവും കുറച്ച് സമയമെങ്കിലും ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുകയോ യോഗ, പ്രാണായാമം എന്നിങ്ങനെ ശ്വസനം കൂടുതൽ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്താൽ നിങ്ങളുടെ ബ്രെയിൻ പവർ വളരെയധികം ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്പർ 3, ഫീഡ് യുവർ ബ്രെയിൻ. നമ്മൾ ഉണർന്നിരിക്കുന്ന സമയം മാത്രമല്ല, ഉറങ്ങുന്ന സമയം പോലും നമ്മുടെ ബ്രെയിൻ ആക്റ്റീവാണ്. അതുകൊണ്ട് തലച്ചോറിന് പ്രവർത്തിക്കാൻ വേണ്ട ഊർജ്ജം അതിന് കിട്ടിയേ തീരൂ. അത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് കിട്ടുന്നത്. നമ്മുടെ ബ്രെയിൻ പവർ, എനർജി, മൂഡ് എന്നിവ എല്ലാം കഴിക്കുന്ന ആഹാരത്തെ ആശ്രയിച്ചിരിക്കും. നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് വേണ്ടതൊന്നും കിട്ടുന്നില്ല. കാരണം അത് ദഹിക്കാൻ തന്നെ കുറേ സമയമെടുക്കും. അതുകൊണ്ട് വീട്ടിലുണ്ടാക്കുന്ന ആഹാരവും പഴങ്ങളും പച്ചക്കറികളും ഒക്കെയാണ് ബ്രെയിൻ ആക്റ്റീവായി ഇരിക്കാൻ വേണ്ടി കഴിക്കുന്നത്. ജങ്ക് ഫുഡ് ഒഴിവാക്കുക. ആയുർവേദത്തിൽ പറയുന്നത് നമ്മുടെ അന്നം പോലെയാണ് നമ്മുടെ മനസ്സ് എന്നാണ്. അതുകൊണ്ട് തലച്ചോറിന് വേണ്ട പോഷകങ്ങൾ കിട്ടുന്ന ആഹാരം കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ കഴിക്കുക. അത് കൂടാനോ കുറയാനോ പാടില്ല. നല്ല ആഹാരം കഴിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബ്രെയിൻ പവർ നാച്ചുറലി ഇംപ്രൂവ് ചെയ്യും. നമ്പർ 4, സ്റ്റേ മെൻ്റലി ആക്റ്റീവ്. ഇന്നത്തെ കാലത്ത് മിക്ക ആളുകളും മെൻ്റലി ആക്റ്റീവ് അല്ല. ചെറുപ്പക്കാർക്ക് ദിവസം മുഴുവൻ ഫോണിൽ നോക്കിയിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഇങ്ങനെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് ഉപകാരപ്പെടുന്ന അറിവൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് അത് ശരിയായി പ്രവർത്തിക്കുകയുമില്ല. അതുകൊണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി വ്യായാമം ചെയ്യും പോലെ തലച്ചോറിന് വ്യായാമം കൊടുക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടണം. ബുക്ക് വായിക്കുന്നത്, പുതിയൊരു ഭാഷ പഠിക്കുന്നത്, ഒരു കണക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പസിൽ സോൾവ് ചെയ്യുന്നത് എന്നിവയ്ക്ക് നിങ്ങളെ മെൻ്റലി ആക്റ്റീവ് ആക്കി വയ്ക്കും. അത് നിങ്ങളുടെ ബ്രെയിൻ പവർ, കോഗ്നിഷൻ, മെമ്മറി എന്നിവ ബൂസ്റ്റ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കോണ്ടന്റ് മാത്രം ഓൺലൈനായി കാണുക.
അല്ലാതെ ഫോൺ പോലുള്ള എല്ലാം അവോയ്ഡ് ചെയ്യുക. കുറച്ച് സമയം ഫോൺ നോക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ദിവസം മുഴുവൻ മറ്റൊന്നും ചെയ്യാതെ ഫോൺ നോക്കിയിരുന്നാൽ നിങ്ങളുടെ ബുദ്ധി തന്നെ മരവിച്ചു പോകും. അതുകൊണ്ട് തലച്ചോറിന് വേണ്ട വിശ്രമം കൊടുക്കുക. മെൻ്റലി ആക്റ്റീവായ നിങ്ങളുടെ ബുദ്ധി, ഓർമ്മശക്തി എന്നിവ കൂട്ടാൻ ആവശ്യമായ സ്വയം അറിവ് കണ്ടെത്തുക. നമ്പർ 5, സ്റ്റേ ഫിസിക്കലി ആക്റ്റീവ്. മെൻ്റലി ആക്റ്റീവ് ആവുന്ന പോലെ തന്നെ പ്രധാനമാണ് ഫിസിക്കലി ആക്റ്റീവ് ആവുക എന്നത്. ഇതിനായി ജിമ്മിൽ പോയി ബോഡി ബിൽഡർ ആവണമെന്നില്ല. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ജോലികളും വ്യായാമവും ഒക്കെ ചെയ്ത് ആക്റ്റീവായിരിക്കുക. നടക്കാൻ പോവുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തിൽ രക്തഓട്ടം വർദ്ധിക്കുന്നു, തലച്ചോറിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തുന്നു, പിന്നെ ആങ്സൈറ്റി, സ്ട്രെസ് എന്നിവയെല്ലാം കുറയുന്നു. ഇതെല്ലാം തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ മോശമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. വ്യായാമം ചെയ്ത് ഇവയെല്ലാം നിയന്ത്രിച്ച് നിർത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിൻ പവർ നാച്ചുറലി ബൂസ്റ്റ് ചെയ്യാൻ കഴിയും. ഇതൊക്കെയാണ് നിങ്ങളുടെ ബ്രെയിൻ പവർ, മെമ്മറി എന്നിവ വർദ്ധിപ്പിക്കാൻ ഫോളോ ചെയ്യേണ്ട ചില സിമ്പിൾ ടിപ്സ്. ഈ 5 ചെറിയ കാര്യങ്ങളും ചെയ്തു നോക്കി കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ അതിശയമുണ്ടാക്കും. ഇതിനൊപ്പം നല്ല നല്ല ഓഡിയോ ബുക്സ് കേൾക്കാനായി കുക്കു FM ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ കുക്കു FM ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.